ശ്രീ എൻ നന്ദകുമാർ. ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ കലാപത്തിൽ രാജ്യമെമ്പാടും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത്. ഇന്ന് അതിന്റെ ഭാഗമായി ഡൽഹിയിൽ 10,000-കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന നാരി ശക്തി മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ അവസാന വട്ട ഒരുക്കത്തിലാണ്. എന്തായാലും മൗനജാഥയായിട്ടാണെങ്കിൽ പോലും ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക ഈ വിഷയത്തെ എന്നത് അടിസ്ഥാനമാക്കിയാണ് നാരീശക്തി മാർച്ച് സംഘടിപ്പിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം, ഇടപെടൽ ഒക്കെ ഈ കാര്യത്തിൽ ആവശ്യമാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ, ഹിന്ദുക്കൾ ഇവരൊക്കെ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുകയാണ്. ഇവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ തുടർന്നും ഇടപെടലുകൾ അത്യാവശ്യമാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ ഇതിനെ എങ്ങനെ കാണാം? അല്ല, തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശരിക്കും മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കക്കാര്യത്തിലുണ്ട്. അമേരിക്കയുടെ പിന്തുണ കാര്യത്തില് ഈ അക്രമം നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് സാധാരണ അതുപോലും വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നടക്കുന്നത് ഏതാണെങ്കിലും ഒരു ഹിന്ദു ഉന്മൂലനമാണ്, ന്യൂനപക്ഷ മതങ്ങൾക്കെതിരായിട്ടുള്ള നടപടികളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സത്യത്തിൽ ഇതിനെതിരായിട്ടൊരു വലിയ രീതിയിലുള്ള ലോക അടിസ്ഥാനത്തിൽ തന്നെയുള്ള പ്രതിഷേധ പരിപാടികൾ ലോകത്തെ എല്ലാ സ്ഥലത്തും നടക്കേണ്ടത് അനിവാര്യമാണ്. ഈ പലപ്പോഴും ഞാൻ സംബന്ധിച്ച് സൂചിപ്പിച്ചുള്ള UN അടക്കമുള്ള UN ഇതിനകത്ത് ചില പ്രതിഷേധങ്ങളൊക്കെ രേഖപ്പെടുത്തിയെങ്കിൽ പോലും UN പോലും ഈ വിഷയത്തിലുള്ള ഇടപെടലുകൾ ശക്തമായ രീതിയിൽ അനിവാര്യമാണ്. ഡൽഹിയിൽ നടക്കുന്ന നാരി ശക്തി സമ്മേളനവും അതിന്റെ പ്രതിഷേധ പരിപാടികളുമെല്ലാം ഇതിന്റെ സൂചന മാത്രമാണ്. ഒരുപക്ഷെ അത് കേരളം അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഭാരതമെമ്പാടും ലോകമെമ്പാടുമുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കേണ്ടതാണ്. കാരണം ഒരുപറ്റം ആളുകൾക്ക് ബംഗ്ലാദേശിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ 20% ഉണ്ടായിരുന്ന ആളുകൾ 7% 7% 0 എത്തിക്കുകയും ചെയ്യാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള സമരപരിപാടികൾ അനിവാര്യമാണെന്നാണ് എന്റെ അഭിപ്രായം. അതുമാത്രമല്ല ശ്രീ എൻ നന്ദകുമാർ, നമുക്കറിയാം ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്ക ഇപ്പോൾ നേരിടുന്നുണ്ട്. താൽക്കാലിക സർക്കാർ അധികാരത്തിൽ ഏറ്റപ്പോൾ തുടങ്ങിയ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രീണനവും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി വരും കാലങ്ങളിലും അവർ ഒട്ടും സുരക്ഷിതരല്ല എന്നുള്ളൊരാശങ്ക അവരിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇടപെടലുകൾ, ഭാരതത്തിൻ്റെതടക്കമുള്ള ശക്തമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ആവശ്യമല്ലേ? അല്ല, തീർച്ചയായിട്ടും അത് അനിവാര്യമാണ്. കാരണം നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള യൂനസിനെ പോലുള്ള ആളുകളുടെ നടപടികൾ സംശയാസ്പദമാണ്. അദ്ദേഹം അവിടെ ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേഷ്ടാവിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ട് ചില പ്രസ്താവനകൾ ഇറക്കിയിരുന്നുവെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളെല്ലാം ന്യൂനപക്ഷ വിരുദ്ധമാണ്. അത് അവിടെയുള്ള അക്രമി സംഘങ്ങൾക്ക് അനുകൂലമാണ്, ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമാണ്, തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ കൂടെയാണ്. നോബൽ പ്രൈസിന്റെ വിന്നർ പോലും അവിടെ അദ്ദേഹത്തിന്റെ പോലും നടപടികളൊന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാരതം മാത്രമല്ല, ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പ്രശ്നം അവിടെ വളരെ കൂടുതലാണ്. ബുദ്ധമതാനുയായികൾക്കെതിരായിട്ടുള്ള പ്രശ്നം വളരെ കൂടുതലാണ്. ലോകത്തെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും, വിശിഷ്യ UN അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഭാരതത്തോട് ചേർന്നുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ പങ്കാളികളാകണമെന്നാണ് എന്റെ അഭിപ്രായം.